നമുക്കിവിടെ എളുപ്പത്തിലൊരു സാമ്പാറിൻ്റെ റെസിപ്പി നോക്കിയാലോ. ഞാനിവിടെ ഇന്ന് സാമ്പാർ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അതിനായിട്ട് നമുക്ക് ഒരു സ്പൂൺ മുളക് പൊടി, അര സ്പൂൺ മല്ലിപ്പൊടി, ഉലുവപ്പൊടി, കായപ്പൊടിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ തുമരപ്പരിപ്പ് വെള്ളത്തിനകത്തിട്ട് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം. അതിനായിട്ട് ഞാൻ ഒരിച്ചിരി മഞ്ഞൾപ്പൊടി, ഉപ്പ് ഒക്കെ ഇട്ട് നന്നപോലെ ഒരു വിസിൽ വേവാനായിട്ട് ഞാൻ അടുപ്പത്ത് വെച്ചു. അത് വെന്ത് വന്നപ്പം കഷ്ണങ്ങൾ നമുക്കതിനകത്ത് ഇടാം. നമുക്ക് അതിനകത്തൊരു സ്പൂൺ സാമ്പാർ പൊടി വേണം. അത് നമുക്ക് ഇട്ട് ഒന്നുകൂടെ നന്നായിട്ട് നമുക്ക് വിസിലടിച്ചെടുക്കാം. ഒന്നോ രണ്ടോ വിസിലടിക്കുമ്പോഴത്തേന് നമ്മുടെ സാമ്പാറിൻ്റെ കഷ്ണം അവിടെ വെന്ത് വരും. അതവിടെ ഇരിക്കട്ടെ. നമുക്ക് ഒരു കടുക് വറുക്കാനായിട്ട് 2 സ്പൂൺ വെളിച്ചെണ്ണയ്ക്കകത്ത് ഞാൻ കുറച്ച് കടുക് ഇട്ട് നമുക്ക് നന്നായിട്ടത് അത് പൊട്ടി വരുമ്പോൾ പിന്നെ നമുക്ക് കൊച്ചുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് നമുക്കിടാം. അത് നല്ലപോലെ നല്ലൊരു മൂത്ത് വരട്ടെ. അതൊന്ന് ഒരിച്ചിരി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേന് ഞാനിവിടെ പിന്നെ ഒരു തണ്ട് കരിയാപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്കിടാം. വറ്റൽമുളക് 2-3 എണ്ണം ഞാനിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്കിടാം. എന്നിട്ട് എടുത്ത് വെച്ചേക്കുന്ന മുളക് പൊടി, മല്ലിപ്പൊടി, കായപ്പൊടി, ഉലുവപ്പൊടിയൊക്കെ നമുക്ക് അതിനകത്ത് ചേർത്ത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ ഞാനിവിടെ ഒരു ഇച്ചിരി പുളി വെള്ളത്തിയിട്ട് വെച്ചായിരുന്നു. അത് നമുക്ക് പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം നമുക്ക് ഇതിനകത്തോട്ട് ചേർക്കാം. നമ്മുടെ ഇവിടെ കഷ്ണങ്ങളെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഈ കടുക് വറുത്തത് ഇതിനകത്തോട്ട് ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി നല്ലപോലെ ഒന്ന് തിളപ്പിക്കാം. നല്ലപോലെ ഒന്നുകൂടെ അതിൻ്റെ കൂടെ ചേർന്ന് നല്ലപോലെ ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത്